ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ ഭയങ്കര കൺഫ്യൂസിങ് ആവാറുണ്ട്. അതാണോ ഇതാണോ എന്ന്. ഇപ്പൊ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഈ കൺഫ്യൂഷൻ കുറച്ച് ഏറെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഫാക്ട്സ് പഠിച്ചു വെക്കാം. PSC ആവർത്തിക്കുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഫാക്ട്, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്, ആദ്യ ജില്ല ഏതാണ്, ആദ്യ സംസ്ഥാനം ഏതാണ്? ഓക്കെ, അപ്പൊ സാക്ഷരതയെ പറ്റി പറയുമ്പോൾ എപ്പോഴും കേരളമാണല്ലോ മുന്നിൽ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയെ പറ്റി പറയുമ്പോൾ കേരളമാണ് മുന്നിൽ. അപ്പൊ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ നഗരവും ആദ്യത്തെ ജില്ലയുമാണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷര നഗരി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് കോട്ടയമാണെന്ന് ഓർത്തിരിക്കുക. അക്ഷര നഗരി എന്ന് പറയുന്നത് കൊണ്ട് നഗരം കോട്ടയമാണ്. പിന്നെ ജില്ല എറണാകുളം. ജില്ല എറണാകുളമാണെന്നും അങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ജില്ല എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. നഗരം ചോദിച്ചാൽ കോട്ടയമാണെന്നും ഓർക്കുക. അപ്പൊ ജില്ല ചോദിക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളും കോട്ടയത്തിലേക്ക് പോകാറുണ്ട്. കോട്ടയം എന്ന് പറയുന്നത് നഗരമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്തത് പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, പഴശ്ശി കലാപം നടന്ന കാലഘട്ടം. രണ്ട് പഴശ്ശി കലാപങ്ങളാണ് നടന്നത്. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793-97 കാലഘട്ടമാണ്. 93 മുതൽ 97 വരെ. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. ഇനി രണ്ടാം പഴശ്ശി കലാപം നടന്നത് 800-805. 1800-1805. 1800-1805. 1805 പഴശ്ശിരാജ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അപ്പൊ രണ്ട് പഴശ്ശി കലാപങ്ങളാണ് നടന്നത്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793-97. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800-1805. ഇനി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരുടെ പേരുകളാണ്. അതിൽ ആദ്യം വന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിക്കുന്നത്. പറങ്കികൾ. പറങ്കിമാവ്, കശുമാവിനെ നമ്മൾ പറങ്കിമാവ് എന്ന് വിളിക്കാറുണ്ട്. അവർ കൊണ്ടുവന്നതായതുകൊണ്ട്. അപ്പൊ പറങ്കികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. അപ്പൊ പറങ്കികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ലെന്തക്കാർ എന്ന് വിളിക്കുന്നത് ഡച്ചുകാരെയാണ്. ലെന്തക്കാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഡച്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് വിളിക്കുന്നത് ഫ്രഞ്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഫ്രഞ്ചുകാരെയാണ്. ഷീമക്കാർ, ഷീമക്കാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? ഷീമ എന്ന് പുരാതന രേഖകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇംഗ്ലണ്ട്. അപ്പോൾ ഷീമക്കാർ എന്ന് വിളിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരെയാണ്, അതായത് ബ്രിട്ടീഷുകാരെയാണ്. വെള്ളക്കാർ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? ബ്രിട്ടീഷുകാരെയാണ് വെള്ളക്കാർ എന്നും വിളിക്കുന്നത്. അപ്പൊ പറങ്കികൾ പോർച്ചുഗീസുകാരാണ്. ലെന്തക്കാർ ഡച്ചുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്. ഷീമക്കാർ ബ്രിട്ടീഷുകാരാണെന്നും ഓർക്കുക. അടുത്തത് ശില്പികളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ശില്പികളെ ചോദിക്കാറുണ്ട്. രാഷ്ട്രശില്പി, നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. രാഷ്ട്രശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്.
മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഭരണഘടനയുടെ ശില്പിയോ? ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി. ഭരണഘടനയുടെ ശില്പി അംബേദ്കർ, ഭരണഘടനാ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ പട്ടേൽ, പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ജവഹർലാൽ നെഹ്റു. രാഷ്ട്രശില്പിമാര് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് രാഷ്ട്രീയ ഗുരുക്കന്മാർ. രാഷ്ട്രീയ ഗുരുക്കന്മാർ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഇദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ആണ്. രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാമകൃഷ്ണ മിഷനും സ്റ്റാർട്ട് ചെയ്തത് സ്വാമി വിവേകാനന്ദൻ. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാണ്? MG റാനഡെ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. MG റാനഡെ. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരു സ്വാമി വിവേകാനന്ദനാണ്. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരു സ്വാമി വിവേകാനന്ദൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസ് CR ദാസ്. CR ദാസ് ആണ്. KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷാണ്. KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരു സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രീയ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. HV കമ്മത്ത്. HV കമ്മത്തിന്റെ രാഷ്ട്രീയ ഗുരു സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ് ആണ്. CR ദാസ്. ഡോക്ടർ അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരു ചോദിച്ചിട്ടുണ്ട്. ജ്യോതിബ ഭൂലെ. ജ്യോതിബ ഭൂലെ ആണ് ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു. അപ്പൊ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? MG റാനഡെ ആണ്. സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രീയ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. അരവിന്ദ ഘോഷിന്റെ രാഷ്ട്രീയ ഗുരുവാണ് സ്വാമി വിവേകാനന്ദൻ. പിന്നെ KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരുവാണ് അരവിന്ദ ഘോഷ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. HV കമ്മത്തിന്റെ രാഷ്ട്രീയ ഗുരുവാണ് സുഭാഷ് ചന്ദ്രബോസ്. ഡോക്ടർ BR അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ജ്യോതിബ ഭൂലെയാണെന്നും ഓർക്കുക. അടുത്തത് പ്രസിദ്ധീകരണവും നേതാക്കളുമാണ്. റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. SCRTയിലും ഉള്ള SCRTയിൽ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് നേഷൻ. നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണെന്ന് ഓർക്കുക. കേസരിയും മറാത്തയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്നറിയോ? താഴെ തന്നിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ തെറ്റായ ജോഡി ഏത്, ശരിയായ ജോഡി ഏത്? ഇപ്പൊ പ്രിലിംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, മെയിൻസിനും ചോദിക്കാറുണ്ട്. ഇപ്പൊ കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. അദ്ദേഹം മറാത്ത ഭാഷയിൽ എഴുതിയ പത്രമാണ് കേസരി. പിന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ പത്രമാണ് ഏതെന്ന് പറയുന്നത്? മറാത്ത. അപ്പൊ മറാത്ത ഇംഗ്ലീഷ് ഭാഷ, കേസരി മറാത്തി ഭാഷ. പ്രബുദ്ധ ഭാരതം ആരുടേതാണ്? സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ ഭാരതം. അപ്പൊ പ്രബുദ്ധ കേരളം ആരുടേതാണ്? പ്രബുദ്ധ കേരളം. പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികളുടേതാണ്. ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ. ഉദ്ബോധന. ഉദ്ബോധനയും സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണമാണ്. അപ്പൊ പ്രബുദ്ധ ഭാരതം, പ്രബുദ്ധ ഭാരതം, ഉദ്ബോധന എന്നിവ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണ്? സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്.
ബോംബെ ക്രോണിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഫിറോസ് ഷാ മേത്ത, ഫിറോസ് ഷാ മേത്തയുടെ പ്രസിദ്ധീകരണമാണ് ബോംബെ ക്രോണിക്കിൾ. പഞ്ചാബി ലാലാ ലജ്പത് റായ്, പഞ്ചാബി ലാലാ ലജ്പത് റായിയുടെ പ്രസിദ്ധീകരണമാണ്. അപ്പൊ ഇതെങ്ങനെ ഓർക്കാം? പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ടല്ലോ, PNB, ഇതിന്റെ ഫൗണ്ടറിൽ ഒരാളാണ് ലാലാ ലജ്പത് റായ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപകരിൽ ഒരാളാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായും ദ്യാൽ സിംഗ് മജീദിയയും കൂടി ചേർന്നിട്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫൗണ്ട് ചെയ്തത്. അപ്പോൾ പഞ്ചാബി എന്ന പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർക്കുക. അൽ ഹിലാൽ അൽ ബലാഗ് ഇമ്പോർട്ടന്റ് ആണ്. ഈ അൽ ഹിലാൽ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, SCRT കൊടുത്തിരിക്കുന്നത്. അപ്പൊ അൽ ഹിലാലും അതുപോലെ അൽ ബലാഗും ആരുടേതാണ്? മൗലാന അബുൾ കലാം ആസാദ്, മൗലാന അബുൾ കലാം ആസാദ്. ഇതിൽ നിന്ന് ഒരു ഫാക്റ്റും കൂടെ നമുക്ക് കിട്ടും. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബുൾ കലാം ആസാദ്. ഈ കലാം എന്നുള്ളത് കാലത്തിലേക്ക് കണക്ട് ചെയ്യാം. കലാം എന്നുള്ളത് കാലത്തിലേക്ക് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? INC പ്രസിഡന്റ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് INC പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ കാലം ആയത് ആരാണ്? മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ്. ന്യൂ ഇന്ത്യ കോമൺ വീൽ, ന്യൂ ഇന്ത്യയും അതുപോലെ കോമൺ വീൽ, ഇത് രണ്ടും ആരുടെ പത്രമാണ്? ന്യൂ ഇന്ത്യ കോമൺ വീൽ ആനി ബെസന്റിന്റെ പത്രമാണ്. റിപ്പീറ്റിംഗ് ചോദ്യമാണ്, ആനി ബെസന്റ്. ഇൻഡിപെൻഡന്റ് എന്നത് മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണ്. ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു. കോമൺവീൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നത് ആനി ബെസന്റ്, യങ് ഇന്ത്യ ആണെങ്കിൽ ഗാന്ധിജി. ദി ലീഡർ ചോദിച്ചിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ് ദി ലീഡർ. ദി ലീഡർ എന്നത് മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ്. ഫ്രീ ഹിന്ദുസ്ഥാൻ, ഫ്രീ ഹിന്ദുസ്ഥാൻ താരകാനാഥ് ദാസ്, താരകാനാഥ് ദാസിന്റെ പത്രമാണ് ഫ്രീ ഹിന്ദുസ്ഥാൻ. ബഹിഷ്കൃത ഭാരത് ഇമ്പോർട്ടന്റ് ആണ്. ബഹിഷ്കൃത ഭാരത് BR അംബേദ്കർ, ബഹിഷ്കൃത BR, ഓക്കെ, രണ്ടും ബായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബഹിഷ്കൃത ഭാരത് BR അംബേദ്കറിന്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ്, നാഷണൽ ഹെറാൾഡ്. ആദ്യത്തെ ദിനപത്രം, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. കോമ്രേഡ് ഇമ്പോർട്ടന്റ് ആണ്. കോമ്രേഡ് മൗലാന മുഹമ്മദ് അലി, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി അറിയാലോ, അലി ബ്രദേഴ്സ് ആണ്. ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം നൽകിയ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അലി ബ്രദേഴ്സിൽ ഒരാളാണ് മൗലാന മുഹമ്മദ് അലി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് കോമ്രേഡ്. മിറാത്തുൽ അക്ബർ ഇമ്പോർട്ടന്റ് ആണ്. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്, മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്. റാസ്ത് ഗോഫ്താർ, റാസ്ത് ഗോഫ്താർ ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധീകരണമാണ് റാസ്ത് ഗോഫ്താർ. പിന്നെ അദ്ദേഹത്തിന്റെ പത്രമാണ് ഏത്? വോയിസ് ഓഫ് ഇന്ത്യ, അതും ഓർത്തിരിക്കാം. വോയിസ് ഓഫ് ഇന്ത്യയും റാസ്ത് ഗോഫ്താറും ആരുടേതാണ്? ദാദാഭായ് നവറോജി. ഗോപാലകൃഷ്ണ ഗോഖലെ സുധാരക്, സുധാരക് എന്ന പ്രസിദ്ധീകരണം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധീകരണം പറഞ്ഞത് ഏതാണ്? ദി നേഷൻ, ദി നേഷൻ. സ്റ്റേറ്റ്സ്മാൻ എന്നത് റോബർട്ട് നൈറ്റ്, റോബർട്ട് നൈറ്റിന്റെ പ്രസിദ്ധീകരണമാണ് ഏത്? സ്റ്റേറ്റ്സ്മാൻ. ഷോം പ്രകാശ്, ഷോം പ്രകാശ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ ഈശ്വരിൽ നിന്നല്ലേ നമുക്ക് പ്രകാശം വരുന്നത്, അല്ലെ? നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഓർത്താൽ ഷോം പ്രകാശ് ആരുടേതാണെന്ന് നോക്കാം, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. സംവാദ് കൗമുദി ഇമ്പോർട്ടന്റ് ആണ്. രാജാറാം മോഹൻ റോയ്. നേരത്തെ ഒരു പ്രസിദ്ധീകരണം പറഞ്ഞത് ഏതാണ്? മിറാത്തുൽ അക്ബർ. അപ്പൊ മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയും രാജാറാം മോഹൻ റോയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. യുഗാന്തർ എന്നത് ബരീന്ദ്രകുമാർ ഘോഷ്, ബരീന്ദ്രകുമാർ ഘോഷിന്റെ പ്രസിദ്ധീകരണമാണ് യുഗാന്തർ, ചോദിച്ചിട്ടുണ്ട്. അമൃത ബസാർ പത്രിക SCRT-യിലുള്ളതാണ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, രണ്ട് ഘോഷുമാരുടെയാണ് ഏത്? അമൃത ബസാർ പത്രിക, അമൃത ബസാർ പത്രിക. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ശ്യാംജി കൃഷ്ണവർമ്മ, ശ്യാംജി കൃഷ്ണവർമ്മയുടെ പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ്. കുടിയരശ് ആരുടേതാ? രാമസ്വാമി നായ്ക്കർ, EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ, പെരിയോറിന്റെ പ്രസിദ്ധീകരണമാണ് കുടിയരശ്, കുടിയരശ്.
ദി ഹിന്ദു SCRT ആണ്. ജി സുബ്രഹ്മണ്യ അയ്യർ SCRTയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ദി ഹിന്ദു. ദി ഹിന്ദു. വന്ദേ മാതരം ആരുടേതാ? അരവിന്ദ ഘോഷ്. വന്ദേ മാതരം എന്ന പേരിൽ കുറെ പേര് എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് അരവിന്ദ ഘോഷ്. മൂക് നായിക് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ മറ്റൊരെണ്ണം പഠിച്ചത് ഏതാണ്? ബഹിഷ്കൃത ഭാരത്. ബഹിഷ്കൃത ഭാരത്. അതുപോലെ മൂക് നായിക് എന്നിവ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്തത് തൽവാർ. തൽവാർ വീരേന്ദ്രനാഥ ചതോപാധ്യായ. വീരേന്ദ്രനാഥ് ചതോപാധ്യായയുടെ പ്രസിദ്ധീകരണമാണ് തൽവാർ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് ഈ ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞത്. എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് ഫാക്ട്സ് ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാം. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ആയിട്ട് ഇട്ടുതരാം. ഓക്കെ, മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്താം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.